ഇടക്കാല ബജറ്റിന് മുമ്പുള്ള സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക വിവരങ്ങൾ മറച്ചുവെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം. കേന്ദ്ര ധനമന്ത്രി സഭയിൽ വെക്കേണ്ട സാമ്പത്തിക സർവേക്ക് പകരം അവലോകന റിപ്പോർട്ട് പ്രസ് റിലീസായി പ്രസിദ്ധീകരിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും മുരടിപ്പും ഭാവി വികസനവും വ്യക്തമാക്കി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തയ്യാറാക്കുന്ന വാർഷിക രേഖയാണ് സാമ്പത്തിക സർവേ. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര ബജറ്റിന് മുൻപായി ധനകാര്യമന്ത്രി സഭയിൽ വയ്ക്കുന്നതാണ് പതിവ്. 1964 മുതൽ പാർലമെന്റിൽ നടക്കുന്ന കീഴ്വഴക്കം ഇത്തവണയുണ്ടാകില്ല. പകരം അവലോകന റിപ്പോർട്ട് പുറത്തിറക്കി രാജ്യത്തിന്റെ സാമ്പത്തിക മുരടിപ്പ് മറയ്ക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. BJP സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം കൊണ്ട് രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ദാരിദ്ര്യവും 10 മടങ്ങ് വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ. എല്ലാ ആഗോള സൂചികകളിലും ഇന്ത്യ പിന്നോട്ട് പോകുന്ന കണക്കുകളും പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ വർഷം പുറത്തുവന്ന ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യ 111ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. വിശപ്പ് സൂചികയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി നേരിടുന്ന പാകിസ്ഥാനും സുഡാനും ഇന്ത്യയേക്കാൾ മെച്ചം കൈവരിച്ചു. ആഗോള പട്ടിണി സൂചിക പരിശോധിച്ചാൽ 121 രാജ്യങ്ങളിൽ ഇന്ത്യ 107ാം സ്ഥാനത്താണ്. ആഗോള മാനവ വികസന സൂചികയിലും ഇന്ത്യ പിന്നിൽ തന്നെ. 191 രാജ്യങ്ങളിൽ 132ാം സ്ഥാനത്ത്. 137ൽ 126ാം സ്ഥാനവുമായി ലോക സന്തോഷ സൂചികയിലും ഇന്ത്യ പിന്നിൽ. എന്നാൽ ഇത്തരം കണക്കുകളെ അംഗീകരിക്കാത്ത കേന്ദ്ര സർക്കാർ രാജ്യം സാമ്പത്തിക ബദലിലാണെന്ന് അവകാശപ്പെട്ട് ഊതിവീർപ്പിച്ച കണക്കുകളാണ് പുറത്തുവിടുന്നത്. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരന്റെ ഓഫീസ് പുറത്തുവിട്ട അവലോകന റിപ്പോർട്ടിലും ഈ കൺകെട്ട് വിദ്യ പ്രകടമാണ്. അടുത്ത വർഷം രാജ്യം 7% വളർച്ചാ നിരക്ക് നേടുമെന്നും 2030ൽ $7 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നുമാണ് റിപ്പോർട്ട്. എന്നാൽ ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇവ ഒരു രേഖയായി സഭയിൽ വയ്ക്കാൻ രണ്ടാം മോദി സർക്കാർ ഭയപ്പെടുന്നു. കൈരളി ന്യൂസ്, ദില്ലി.